നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സോഫിയാണ്. ആനന്ദ ആയുർവേദ ഔഷധശാല കാസർഗോഡിലെ ചീഫ് ഫിസിഷ്യനാണ്. എൻ്റെ ആയുർവേദ ജേർണി നിങ്ങൾക്ക് ഒന്ന് പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. യാദൃശ്ചിതമായിട്ടാണ് എനിക്ക് ആയുർവേദത്തിനെ കുറിച്ച് എനിക്ക് മനസ്സിലായത്, അതായത് BAMS കോഴ്സിനെ കുറിച്ച്. അപ്പം എന്താ പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലിയിലോ ഫ്രണ്ട്സിൻ്റെ ഒന്നും ഈ ആയുർവേദത്തിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. ആക്ച്വലി ഒന്നും അറിയില്ല, ആയുർവേദത്തിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ എൻ്റെ അച്ഛന് പറഞ്ഞു, ആയുർവേദം നല്ലതാണോ ഒന്ന് നോക്ക്, ട്രൈ ചെയ്യും. നമ്മുടെ കേരളത്തിലാവട്ടെ, നമ്മുടെ ഒരു ഭാരതീയ കുറേ സംസ്കാരം പോലെയാണ് ആയുർവേദം കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ രീതിയിൽ നീ ഒന്ന് നോക്ക്, ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആയുർവേദത്തിൽ അഡ്മിഷൻ വാങ്ങി. ബാംഗ്ലൂരിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദിക് മെഡിസിൻ റിസർച്ചിൽ എനിക്ക് സൗഭാഗ്യത്തിൽ ഈ ഒരു സീറ്റ് കിട്ടി. ആദ്യം വളരെ കഷ്ടമായിരുന്നു. എന്തുകൊണ്ട് തന്നെ സംസ്കൃതം എനിക്കറിയില്ലായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. പക്ഷെ എന്നാലും എന്തെന്ന് അറിയത്തില്ല, ആ ഉള്ളിൽ ആ ഒരു ഡോക്ടർ ആവണോ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണോ എന്തെന്നറിയില്ല, എനിക്ക് പിന്നെ നമ്മുടെ ഗുരുക്കന്മാർ, അതായത് ടീച്ചേഴ്സൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് ആ ഒരു ആയുർവേദത്തിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു നമുക്ക് ടീച്ചിങ്സ് തന്നിരുന്നു. പിന്നെ അതിനുശേഷം ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഡോക്ടർ കുറുപ്പ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നല്ല പ്രായമുള്ള ഒരു ഡോക്ടറാണ്, അവരുടെ കീഴിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി അവിടെ ബാംഗ്ലൂരിൽ തന്നെ. അവർ കുറേ എക്സ്പീരിയൻസ് ആയി. പിന്നെ ദൈവം തന്നെ എനിക്കൊരു അനുഗ്രഹം തന്ന പോലെ ഒരു വൈദ്യ കുടുംബത്തിൽ തന്നെ എനിക്ക് പ്രൊപ്പോസൽ കിട്ടി. അത് കാസർഗോഡ് നിന്നാണ്. ഇത് വിജയ്കുമാർ വൈദ്യർ, അതായത് KD വിജയ്കുമാർ വൈദ്യർ, അവരുടെ മകനായ മിസ്റ്റർ അവിനാഷ് ആയിട്ട് എനിക്ക് ആലോചന വന്നു. അതിൽ എനിക്ക് ആ ഒരു കുടുംബത്തിൽ എനിക്ക് ഒരു അംഗമായിട്ട് വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. എന്താ പറഞ്ഞാൽ ഇവിടെ ഒരു ട്രഡീഷണൽ രീതിയിൽ, അതായത് 4ാമത്തെ തലമുറയായിട്ട് നടക്കാണ് ആയുർവേദത്തിൻ്റെ മരുന്നുകളാവട്ടെ എന്തോ ആവട്ടെ, ആ ഒരു നമ്മൾ സംസ്കാരങ്ങളും ഓരോ മരുന്ന് ചിട്ട എങ്ങനെയാണ്, കുറേ കോമ്പിനേഷൻസും വൈദ്യർ തൻ്റെ അമ്മായച്ചൻ്റെ അടുത്ത് നിന്ന് നല്ലോണം എനിക്ക് എക്സ്പീരിയൻസ്, ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷേഴ്സ് എനിക്ക് കിട്ടാൻ തുടങ്ങി പേഷ്യൻസിൻ്റെയും. പിന്നെ അവരുടെ ഒരു പേഷ്യൻ്റ് അപ്രോച്ച് വളരെ എനിക്ക് ഇഷ്ടമായി. അത് ഞാനത് എടുത്തിട്ട് ആ ഒരു സൈക്കോ സൊമാറ്റിക് ഡിസീസാണ് കുറേ ഇപ്പോഴത്തെ അല്ലേ, ആ രീതിയിൽ നമ്മൾ ആ സൈക്കോളജിക്കൽ എഫക്റ്റായിട്ട് നമുക്ക് പേഷ്യൻസിനടുത്ത് സംസാരിക്കുമ്പം നല്ല രീതിയിൽ മരുന്നിനെ കാണും. ആ ഒരു ജസ്റ്റ് ഒരു ടോക്ക് മതി ഒരു അസുഖം മാറാണെന്ന് എനിക്ക് മനസ്സിലായി. സോ അങ്ങനെ എനിക്ക് കൂടുതലും ഇപ്പോൾ ഒരു 17 years ആയിട്ട് ഞാൻ ഈ ഒരു കാസർഗോഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. പിന്നെ എനിക്ക് നല്ല അഭിമാനം തോന്നിയ ഒരു കേസ് എന്തെന്ന് പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി കേസായിരുന്നു 1 year ബാക്ക്. അത് ഒരു കുട്ടി വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഒരു ഗൈനക്കോളജിസ്റ്റ് എന്താണെന്നറിയില്ല, ഇനി IVF തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു, എനിക്കത് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് കരച്ചിലായിട്ട് വന്നു. പക്ഷെ അതൊരു വിത്തിൻ 1 month ഷി കൺസീവ് ആയി. ഇപ്പം ഐ തിങ്ക് 3 months ആയി തോന്നുന്നു ഡെലിവറി ആയിട്ട്. അതെനിക്ക് വളരെ സന്തോഷമായി. കുറേ ഞാൻ കൗൺസിലിംഗ് കൊടുത്തിട്ടും നമ്മുടെ ആയുർവേദിക് മരുന്നും കൊടുത്തിട്ട് നല്ല രീതിയിൽ കുഞ്ഞും നല്ല രീതിയിൽ ഡെലിവറിയും ചെയ്തിട്ട് അതൊരു ഭാഗ്യമായിട്ടെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഒരു ഫൈബ്രോയിഡ് കേസ്, ചോക്ലേറ്റ് സിസ്റ്റ്, അങ്ങനത്തെ അനവധി കേസ് നമുക്ക് ആയുർവേദത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. തൈറോയ്ഡ് കേസ് ആവട്ടെ, ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആയുർവേദവും പിന്നെ ഇതൊരു സൈക്കോളജിക്കൽ എഫക്റ്റും ന്യൂട്രീഷനും എല്ലാം കൂടിയിട്ട് നമ്മൾ ചേർക്കുമ്പം, അതായത് നമ്മുടെ ആയുർവേദത്തിൽ പണ്ട് കാലത്ത് തന്നെ നമ്മൾ ഈ ആഹാരം വിഹാരം പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ സമയത്തും ഈ സമയത്തും കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡേണൈസ്ഡ് കാലത്ത് നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് ഒരു ചിന്തിച്ച് നോക്കിയാൽ, പിന്നെ കുറേ നമ്മൾ മോഡേണൈസ്ഡ് ആയിട്ട്, അതായത് ആയുർവേദത്തിന് ഒരു മോഡേണൈസ്ഡ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നല്ല രീതിയിൽ ഈ ആയുർവേദം കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ രീതിയിൽ ഞാനൊരു ഗ്ലോബൽ ആയുർവേദ പ്രോജക്റ്റിലും ഭാഗമായിട്ട് ഇപ്പോഴത്തെ ഒരു മോഡേൺ രീതിയിൽ ആയുർവേദത്തിന് എങ്ങനെ ട്രീറ്റ് ചെയ്യണ്ടേ നല്ല ആ ഒരു രീതിയിലും പിന്നെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നല്ല രീതിയിൽ നമുക്ക് സക്സസ് റേറ്റും ആവുന്നുണ്ട്, നല്ലൊരു ആയുർവേദത്തിനൊരു ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. സോ അത് വളരെ ഒരു നല്ല ഈ ഒരു ഇനി വരാൻ പോകുന്ന ജനറേഷൻസിന് 12th കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നല്ല ഒരു എന്താ പറയുക, ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആയുർവേദത്തിൽ നിങ്ങൾ എന്തായാലും മുറുകെ പിടിച്ചോളൂ. ബിക്കോസ് അതിൽ നല്ലൊരു ഫ്ലറിഷ്, ഇപ്പം അതിൻ്റെ കൂടെ തന്നെ യോഗ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സബ്ബായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സോ ആ രീതിയിൽ ഞാനും യോഗ, മെഡിറ്റേഷൻ എല്ലാം ഒരു എന്താ പറയുക, ഒരു കോമ്പിനേഷൻ രീതിയിലാണ് ഞാൻ പേഷ്യൻസിന് അപ്രോച്ച് കൊടുക്കുന്നത്. ഇനി എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഈ ആയുർവേദത്തിനെ പറ്റിയിട്ട് തെറ്റിദ്ധാരണകളുണ്ട്, കുറേ തെറ്റിദ്ധാരണകളുണ്ട്, അറിയില്ല. എന്തായാലും ഭഗവാന് ഇതിനു വേണ്ടിയിട്ട് എനിക്ക് അനുഗ്രഹിച്ച് തന്ന ഒരു ഫീൽഡാണെന്നാണ് ഞാൻ കരുതുന്നത്. സോ എന്തായാലും ഈ ഒരു ആയുർവേദത്തിനെ ഞാൻ മുറുകെ പിടിച്ചിട്ട് ഒരു മോഡേൺ ഇതായിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ജീവിതശൈലി രോഗങ്ങളും ഇപ്പം എൻ്റെ ഒരു ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. സോ ആ രീതിയിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഒരു നല്ലൊരു ജനറേഷനെ നമ്മൾ കൊണ്ടുകൊടുക്കുക അല്ലേ. നമ്മുടെ ജനറേഷൻ കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് നല്ലൊരു ഹെൽത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു വർക്ക് ഇപ്പം ഞാൻ ചെയ്യുന്നത്. എല്ലാവരും ഈ ആയുർവേദത്തിനും ഈ ഹെൽത്തിനെ കുറിച്ചിട്ട് എന്തായാലും ഒന്ന് മുറുകെ പിടിക്കുക. ബിക്കോസ് ഹെൽത്ത് ഈസ് വെൽത്ത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ എത്ര ഒരു പൈസ നമ്മൾ സമ്പാദിച്ചാലും ഹെൽത്ത് ഇല്ലാതെ ഒന്നുമില്ല അല്ലേ. സോ എന്തായാലും ആ ഹെൽത്തിന്, ആരോഗ്യത്തിനെ ഒന്ന് മുറുകെ പിടിച്ചിട്ട് നമ്മൾ എന്തും ചെയ്യണമെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. സോ എന്തായാലും ഈ ഒരു ആയുർവേദം നല്ല രീതിയിൽ വേൾഡ് വൈഡ് നല്ല അറിവും പിന്നെ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നമസ്കാരം.